നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ചെടിക്ക് എപ്പോ വളരണം, എപ്പോ പൂക്കണം, എങ്ങോട്ട് വളയണമെന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന്? ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത് കുറച്ച് രഹസ്യ സന്ദേശവാഹകരാണ്. അതെ, സസ്യ ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന ഈ അദൃശ്യ ശക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു യാത്രയില് ആദ്യം തന്നെ എന്താണ് ഈ രഹസ്യ സന്ദേശങ്ങൾ എന്ന് നോക്കും. പിന്നെ പ്രധാനപ്പെട്ട ഹോർമോണുകളെ, അതായത് ഈ കഴിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചെടികൾ എങ്ങനെയാണ് സൂര്യനോട് മിണ്ടുന്നതെന്ന് കാണും. പിന്നെ ഈ ഹോർമോണുകളുടെ ഒരു ടീം വർക്ക് എങ്ങനെയാണെന്നും മനസ്സിലാക്കും. അവസാനം കൃഷിയിൽ മനുഷ്യൻ ഇതെങ്ങനെയാണ് തന്ത്രപരമായി ഉപയോഗിക്കുന്നതെന്നും നമ്മൾ കാണും. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കുഞ്ഞൻ വിത്തിന് എങ്ങനെയാണൊരു വലിയ മരമായി മാറാനുള്ള വഴി കൃത്യമായി അറിയുന്നത്? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടില് ജനലിന്റെ അടുത്ത് വെച്ചൊരു ചെടി പതിയെ പതിയെ പ്രകാശത്തിന് നേരെ വളഞ്ഞു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആ ചെടികളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോ നമ്മൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഹോർമോണുകൾ എന്നു പേരുള്ള കുഞ്ഞൻ കെമിക്കൽ സിഗ്നലുകളിലാണ്. അപ്പോ എന്താണ് ഈ ഹോർമോണുകൾ? സിമ്പിളായി പറഞ്ഞാല് ചെടിയുടെ ഉള്ളിലെ പോസ്റ്റ്മാൻമാരാണിവർ. അതായത് ജീവന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കെമിക്കൽ മെസ്സഞ്ചറുകൾ. ചെടികളിൽ വേരിന്റെയും തണ്ടിന്റെയും തുമ്പത്തും വിത്തുകളിലും പിന്നെ പുതുതായി വരുന്ന ഇലകളിലുമൊക്കെയാണ് ഇവരുണ്ടാകുന്നത്. ഇവരുടെ പ്രവർത്തനം ശരിക്കും ഒരു പൂട്ടും താക്കോലും പോലെയാണ്. ഓരോ ഹോർമോണും ഓരോ പ്രത്യേക താക്കോലാണ്. അത് അതിന് കൃത്യമായി ചേരുന്ന ഒരു റിസപ്റ്റർ, അതായത് ഒരു പൂട്ട് ഉള്ള കോശത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. താക്കോല് പൂട്ടിൽ കറക്റ്റായി വീഴുമ്പോൾ ആ കോശത്തിനുള്ളിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും തുടക്കമാവും. ശരി, ഇനി നമുക്ക് ഈ സസ്യലോകത്തെ ഓർക്കസ്ട്രയിലെ പ്രധാനപ്പെട്ട കളിക്കാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓരോ ഹോർമോണിനും അതിൻ്റേതായ സ്പെഷ്യൽ ജോലികളുണ്ട്. ആദ്യം തന്നെ വളർച്ചയുടെ ആൾക്കാരെ കാണാം. ഓക്സിനുകൾ. ഇവരാണ് ചെടിയുടെ തണ്ടിന് നീളം വെപ്പിക്കുന്നത്. പിന്നെ ഗിബ്ബറിലിനുകൾ. ഇവർ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകളെ തട്ടിയുണർത്തി എഴുന്നേൽക്കാൻ സമയമായി എന്ന് പറയും. ഇനി സൈറ്റോകൈനിനുകളുണ്ട്. കോശങ്ങളെ കൂടുതലുണ്ടാക്കാനും ചെടിയുടെ എല്ലാ ഭാഗത്തും ഫുഡ് എത്തിക്കാനുമൊക്കെ സഹായിക്കുന്നത് ഇവരാണ്. അടുത്തത് കൺട്രോളർമാരാണ്. എഥിലൻ എന്ന ഹോർമോണാണ് പഴങ്ങളെ പഴുപ്പിക്കുന്നതിനും ഇലകൾ കൊഴിയുന്നതിനുമൊക്കെ കാരണം. അതേസമയം ആബ്സസിക് ആസിഡ് ഒരു ബോഡിഗാർഡിനെ പോലെയാണ്. വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ ചെടിയുടെ വളർച്ച തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് അതിനെ രക്ഷിക്കുന്നത് ഈ ആളാണ്. ഇനി ഒരു ഹോർമോൺ എങ്ങനെയാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ നോക്കാം. ചെടികൾ സൂര്യപ്രകാശത്തിനു നേരെ വളയുന്ന ആ കഥ. നമ്മുടെയെല്ലാം വീടുകളിൽ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണല്ലേ ഇത്? ജനലിന്റെ അടുത്തുള്ള ചെടി പതിയെ പുറത്തേക്ക്, അതായത് പ്രകാശമുള്ള ഭാഗത്തേക്ക് വളഞ്ഞു പോകുന്നത്. ഇതിന് പിന്നിലും ഒരു ഹോർമോണിന്റെ ഒരു സൂത്രപ്പണിയുണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നല്ലേ? വളരെ രസകരമാണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഓക്സിൻ എന്ന ഹോർമോൺ പ്രകാശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു ടൈപ്പാണ്. അത് നേരെ പ്രകാശമില്ലാത്ത തണലുള്ള ഭാഗത്തേക്ക് പോയി ഒളിച്ചിരിക്കും. അങ്ങനെ അവിടെ ഓക്സിന്റെ അളവ് കൂടുമല്ലോ. അതുകൊണ്ട് ആ ഭാഗത്തെ കോശങ്ങൾ മറ്റേ ഭാഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ നീളത്തിൽ വളരും. ഈ അൺഈവനായ വളർച്ചയാണ് ചെടിയെ പ്രകാശത്തിനു നേരെ വളയാൻ സഹായിക്കുന്നത്. ഒരു മാജിക് പോലെ തോന്നുന്നില്ലേ? ദേ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇടതുവശത്ത് പ്രകാശം നേരെ മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പോ ഓക്സിൻ തണ്ടിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് ചെടി നേരെ മുകളിലേക്ക് വളരുന്നു. പക്ഷെ വലതുവശത്ത് കണ്ടോ, പ്രകാശം ഒരു സൈഡിൽ നിന്നും മാത്രമാണ് വരുന്നത്. അപ്പോ ഓക്സിൻ നേരെ എതിർവശത്തേക്ക്, അതായത് തണലുള്ള ഭാഗത്തേക്കും മാറുന്നു. ആ നീക്കത്തിന്റെ ഫലമാണ് നമ്മളീ കാണുന്നത്. തണലുള്ള ഭാഗത്തെ കോശങ്ങൾക്ക് കൂടുതൽ നീളം വയ്ക്കുന്നു. അത് ചെടിയുടെ തണ്ടിനെ പതിയെ പ്രകാശത്തിന്റെ അടുത്തേക്ക് വളയ്ക്കുന്നു. അതിജീവനത്തിനു വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന എത്ര മനോഹരമായോ ഒരു സംവിധാനമാണിത്. ഇനി അടുത്തതിലേക്ക് പോകാം. ഈ ഹോർമോണുകളൊന്നും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതൊരു ടീം വർക്കാണ്. ചിലപ്പോൾ അവരൊരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കും, ചിലപ്പോൾ പരസ്പരം എതിർദിശയിലും പ്രവർത്തിക്കും. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്. ഗിബറലിനുകൾ വിത്തിനോട് ഹേയ്, മുളയ്ക്കാൻ സമയമായി, വളർന്നോളൂ എന്ന് പറയും. അപ്പോ ആബ്സസിക് ആസിഡ് പറയും അരുത്, പുറത്തെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല, കുറച്ചുകൂടി കാത്തിരിക്കൂ എന്ന്. ഒരു വടംവലി പോലെയാണിത്. അവസാനം വെള്ളവും ചൂടുമൊക്കെ കിട്ടി നല്ല സാഹചര്യം വരുമ്പോൾ ഗിബറലിനുകൾ ജയിക്കുകയും വിത്ത് മുളയ്ക്കുകയും ചെയ്യും. അതുപോലെ ചിലപ്പോൾ ഇവർ നല്ല കൂട്ടുകാരുമായിരിക്കും. ഉദാഹരണത്തിന് ഗിബ്ബറിലിനുകളും സൈറ്റോകിനിനുകളും ഒരുമിച്ച് ചേരുമ്പോൾ അവ വേരുകളിലും തണ്ടുകളിലും കോശങ്ങൾ പെട്ടെന്ന് വിഭജിച്ച് വളർച്ചയുടെ വേഗത കൂട്ടുന്നു. പ്രകൃതിയുടെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ
മനുഷ്യൻ അത് തന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്, ഈ കഥയിലെ മനുഷ്യന്റെ ഇടപെടൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സസ്യങ്ങളുടെ ഈ കെമിക്കൽ ഭാഷ സംസാരിക്കാൻ പഠിച്ചു. അതിലൂടെ അവയുടെ വളർച്ചയെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന കൃത്രിമ ഹോർമോണുകൾ, അതായത് സിന്തറ്റിക് ഹോർമോണുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഉദാഹരണത്തിന്, കൃത്രിമ ഓക്സിനുകൾ ഉപയോഗിച്ച് ചെടിയുടെ തണ്ടുകളിൽ നിന്ന് വളരെ വേഗത്തിൽ വേരുപിടിപ്പിക്കാൻ നമുക്കിന്ന് പറ്റും. അതുപോലെ കൃത്രിമ ഗിബ്ബറിലിനുകൾ ഉപയോഗിച്ച് മുന്തിരി പോലുള്ള പഴങ്ങളുടെ വലിപ്പം കൂട്ടാൻ പറ്റുന്നു. പിന്നെ തോട്ടത്തിലെ പഴങ്ങളെല്ലാം ഒരേ സമയം പഴുപ്പിക്കാൻ കൃത്രിമ എഥിലിൻ ഉപയോഗിക്കുമ്പോൾ വിളവെടുപ്പ് എത്ര എളുപ്പമാകുമെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. അപ്പോ നമ്മൾ സസ്യങ്ങളുടെ വളർച്ച നിയന്ത്രിക്കുന്ന ഈയൊരു രഹസ്യലോകം കണ്ടു. ഈ അറിവ് വെച്ച് നമ്മൾ കൃഷിയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തി. പക്ഷേ ഇതെല്ലാം നമ്മളിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. ലോകത്തെ ഊട്ടാനായി പ്രകൃതിയുടെ ഈ രഹസ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതിയോടും നമ്മുടെ ഭാവിയോടും നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം.